അമൂല്യ സീക്വൻസ് ഒന്ന് വായിച്ചേ അമൂല്യ. ഏതാ? ഇപ്പൊ അങ്ങനായോ? ക്വസ്റ്റ്യനിലെയോ? ക്വസ്റ്റ്യനിലെ 5, 25, 125. 5, 25, 125 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ്. ശരിയാണോ? ആണോ അമൂല്യ ചോദ്യം? ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ടൈം എത്ര അമൂല്യേ? 5. അപ്പൊ ഫസ്റ്റ് ടൈം ഈക്വൽ എ ഈക്വൽ 5. കോമൺ റേഷ്യോ എത്ര? 5. 25 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ എത്ര വരും? 5 വരും. ഓക്കെ. ഇനി ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് 10th ടേമും ചോദിച്ചിട്ടുണ്ട്, nth ടേമും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരെ കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം? ആദ്യമേ nth ടേം. nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ അമൂല്യേ? an ഈക്വൽ ar raised to n minus 1. ഓരോരുത്തരുടെ വില അമൂല്യം എന്ന് പറഞ്ഞേ. 5 into 5 raised to 10 minus 1. 10 minus 1. ഞാൻ എന്ത് ടേമിന്റെ കാര്യമാണ് ചോദിക്കുന്നത്, 10th ടേമിന്റെ കാര്യമല്ല. അപ്പൊ 5 into 5 raised to n minus 1. ഈ ആദ്യം കിടക്കുന്ന 5 എന്ന് പറഞ്ഞാൽ അർത്ഥം 5 raised to 1 എന്നല്ലേ? അമൂല്യേ? ഓക്കെ, ഇവിടെ അമൂല്യക്ക് 7ാം ക്ലാസ്സിൽ പഠിച്ചൊരു റൂൾ അപ്ലൈ ചെയ്യാം. എന്തോ റൂള്? a raised to m into a raised to n ഈക്വൽ a raised to m plus n എന്ന് പറയുന്ന റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ ഒരു അമൂല്യേ? 5 raised to n 1 plus n minus 1. ഇല്ലയോ? ആണോ? അപ്പൊ പ്ലസ് 1ഉം മൈനസ് 1ഉം കൂടെ വെട്ടിപ്പോവും. ആൻസർ 5 raised to n. ഇനി ആരെ കണ്ടുപിടിക്കാം നമുക്ക്? 10th ടേം. അപ്പൊ 10th ടേം ഈക്വൽ 10th ടേമിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ A10 ആണോ? ഈക്വൽ നമ്മുടെ കൈവശം nth ടേം കിടപ്പുണ്ട് 5 raised to n എന്ന്. അപ്പൊ 10th ടേം എന്തോ ഒരു അമൂല്യേ? അമൂല്യ ഇടയ്ക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. എന്നാ പറ 10th 5 raised to 10. 5 raised to 10. 5 raised to 10. ഇത്ര മതി. 5നെ 10 പ്രാവശ്യം ഗുണിക്കുന്നതായിരിക്കും അതിന്റെ 10th ടേം എന്ന് പറയുന്നത്. ഇപ്പൊ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അമൂല്യ അതിന്റെ അടുത്ത ചോദ്യം വായിച്ചേ. 2ന്റെ ബി പാർട്ട്. Find the sum of the sequence 7, 77, 777 to n terms. 7, 77, 777. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലയോ? റഫർ എക്സാമ്പിൾ. അല്ലല്ല, ഇത് നിങ്ങൾ പുസ്തകത്തിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യനാ. അതോ പുസ്തകത്തിലേത് 8 വെച്ചാണോ പഠിച്ചേ? അല്ല, 7 വെച്ചാ പഠിച്ചേ. പുസ്തകത്തിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യനാ. ആർക്കെങ്കിലും പറയാമോ എത്രാമത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന്? എക്സാമ്പിൾ 10. റഫർ എക്സാമ്പിൾ 10. കുഴപ്പമില്ല, റഫർ എക്സാമ്പിൾ 10. ഓക്കെ, അപ്പോ 2021 സെയിലെ ആ 3 ചോദ്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തത് 2021 മാർച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2021 മാർച്ച്. അപ്പൊ 2021 മാർച്ചിലെ ചോദ്യം മൂല്യ ഏതോ ഒന്ന് വായിച്ചേ.
Find the 12th term of the geometry progression 5, 25, 125. ആ അതല്ലേ നമ്മളിപ്പോ പഠിച്ചത്. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ആ അപ്പോ 5, 25, 125 എന്ന് പറയുന്ന ജോമെട്രി പ്രോഗ്രഷന്റെ 12ാമത്തെ ടേം കണ്ടുപിടിക്കണം. അതെന്ത് വരും? 12ാമത്തെ ടൈം 5 raised to 12. 5 raised to 12. ശരിയാണെങ്കിൽ ശരി ഇടുക. 5 raised to 12. ഓക്കെ. അടുത്ത ചോദ്യം എന്തോ ചെയ്തു? Find the sum of two nth term of sequence 8, 88, 880. അത് റഫർ ക്വസ്റ്റ്യൻ ആണോ? റഫറൻസ് ചോദ്യം. പറഞ്ഞാട്ടെ, ഏതാ റഫറൻസ്? അത് 2022 മാർച്ചിൽ 2022 മാർച്ചിൽ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ. അപ്പോ 2021 മാർച്ചിലെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോ വിനായകെ, നമുക്കിനി 2021 മോഡലിലേക്ക് പോകാം. 2021 മോഡൽ. അപ്പൊ മോഡലിലേക്ക് വായിച്ചോട്ടെ. If the numbers 1/4, x, 4 are three consecutive terms of a GP, find the value of x. Find the value of x. ഇവര് 3 പേര് ഒരു GPയിലെ അടുത്തടുത്ത 3 ടേമുകളാണെങ്കിൽ x കണ്ടുപിടിക്കാം. എത്ര കിട്ടി വിനായക? x ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ട് ഉണ്ട്. ഓക്കെ, നോക്കാം. വായിച്ചാട്ടെ ചോദ്യം. 2021 മോഡൽ അല്ലേ? അതെ സർ. 21 മോഡല് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാട്ടെ. numbers 1/4, 4, ഇവര് 3 പേര് ഒരു GPയിലെ അടുത്തടുത്ത 3 ടേമുകളാണെന്നുണ്ടെങ്കിൽ ആരുടെ വില കണ്ടുപിടിക്കണം? എക്സിന്റെ വില കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുപോലത്തെ കണക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ABC എന്നിവർ ഒരു ജോമെട്രി പ്രോഗ്രഷനിലെ അടുത്തടുത്ത 3 ടേമുകളാണെന്നുണ്ടെങ്കിൽ B is equal to root AC ആയിരിക്കും. B is equal to root AC. അപ്പോ ഈ ഐഡിയ ഇവിടെ പ്രയോഗിച്ചാൽ x equal root of 1/4 into 4. അപ്പോ 4ഉം 4ഉം ക്യാൻസൽ ആവും. ക്യാൻസൽ ആയിപ്പോട്ടെ എന്തോ കിട്ടും ഉത്തരം? root 1. Plus or minus 1. ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇപ്പൊ വിനായകൻ ഡൗട്ട് മാറിയോ? മാറി സാർ. ഓക്കെ. വിനായക, അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Find the sum to n terms of the series 5 plus 55 plus 555 etc. Okay. 5 plus 55 plus 555 എന്ന് പറയുന്ന സീരീസിന്റെ സം ടു n ടൈംസ് കണ്ടുപിടിക്കാനാണ് അല്ലേ? ഇപ്പൊ നമ്മള് 7ന്റെ പഠിച്ചു, 8ന്റെ പഠിച്ചു, അതുപോലെ തന്നെ 5ന്റെ ചെയ്താൽ മതി. ഇപ്പൊ എന്താ കിട്ടി വിനായകന്റെ ആൻസർ? അല്ലല്ല, ആൻസർ മാത്രം വെച്ചാൽ മതി. 5/9 into 10 into 10 raised to n minus 1 by 9 minus n. by 9 minus n. ഓക്കെ. ആ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 2021 മോഡലിലെ 1ന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. അടുത്തത് 2020 സേ. 2020 സേ. അപ്പോ 2020 സേയിലെ ചോദ്യം അശ്വിൻ ഒന്ന് വായിച്ചേ.
ആ വീഡിയോ ഓൺ ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക. സമയം കളയരുത്. 2000 ഓക്കെ വായിച്ചാട്ടെ. അശ്വിൻ്റെ കൂടെ ആരാ ഉള്ളേ? അപ്പുറത്തോണ്ടല്ല, ഞാൻ എന്തോ ക്ലാസ്സിൽ പറഞ്ഞേ. പേരിനോടല്ലേ വിളിക്കാൻ വിളിച്ചോണ്ട് വന്നിട്ട് ഇരുത്ത്. അപ്പോഴത്തേക്ക് വീഡിയോ ഓഫ് ചെയ്ത് വിളിച്ചോണ്ട് വന്നു കഴിയുമ്പോൾ വീഡിയോ ഓൺ ചെയ്താൽ മതി. പവൻ ഒന്ന് വായിച്ചേ. 2020 സെയിലെ 1/1. If the common ratio of a geometric progression is -1, then which of the following will be sum of its first 20 terms? എന്തോ പവനെ ചോദ്യത്തിന്റെ അർത്ഥം? If the common ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ കോമൺ റേഷ്യോ -1 ആണെങ്കിൽ അതിന്റെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് എത്ര ആയിരിക്കും? ആദ്യത്തെ 20 ടേമിന്റെ സം ആകാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോ ഒരു ജോമെട്രി പ്രോഗ്രഷന്റെ കോമൺ റേഷ്യോ എത്രയാണ്? ഒരു ജോമെട്രി പ്രോഗ്രഷന്റെ കോമൺ റേഷ്യോ എത്രയാണ്? കോമൺ റേഷ്യോ 2020 സെയിലെ ചോദ്യ. കോമൺ റേഷ്യോ എത്രയാണ്? കോമൺ റേഷ്യോ എത്രയാണ്? -1 ആണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ടേമിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അല്ല, ഫസ്റ്റ് ടേമിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനല്ല, ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് ടേമിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം എന്തായിട്ട് തന്നെ എടുക്കുന്നു? എ ആയിട്ട് തന്നെ എടുക്കുന്നു. ഇനി എന്താ ചോദ്യം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ which of the following will be sum of its first 20 terms? അതിലെ ആദ്യത്തെ 20 ടേമിന്റെ സം ആകാൻ സാധ്യതയുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. നോക്കാം, ഈ കോമൺ റേഷ്യോ കണ്ടോ നിങ്ങൾ? എത്രയായിരുന്നു? -1. ഇത് എത്രനേക്കാൾ ചെറുതാണ്? അല്ല, 1നേക്കാൾ. കാരണം ഒരു ജോമെട്രി പ്രോഗ്രഷന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആരെ നോക്കിയിട്ടാ? കോമൺ റേഷ്യോ നോക്കിയിട്ടാ. ആരെ നോക്കിയിട്ടാണ്? അല്ലേ, കോമൺ റേഷ്യോ 1നേക്കാൾ ചെറുതാകുമ്പോൾ ഒരു ഫോർമുല, 1നേക്കാൾ വലുതാകുമ്പോൾ ഒരു ഫോർമുല, 1 ആകുമ്പോൾ ഒരു ഫോർമുല, അല്ലേ? അപ്പൊ എന്താ ഇക്വേഷൻ? Sn is equal to A into ഫോർമുല പറ പിള്ളേരെ. 1 minus r raised to n divided by 1 minus r. 1 minus r. അറിയാം, വില കൊടുക്കുന്നു. A into 1 minus r raised to n. മിണ്ടാതിരിക്കുന്നു. -1 raised to n ആണോ? ആണ് സാർ, ഡിവൈഡഡ് ബൈ 1 minus -1. ശരിയാണോ? ഇനി 20 പേരുടെ സമ്മിനെ കുറിച്ചല്ലേ ചോദ്യം. അപ്പൊ നമുക്ക് എന്നിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കാം? 20. അപ്പൊ S20 ഈക്വൽ A ഇൻറ്റു പറഞ്ഞു ശരിയാ, 1 minus -1 raised to എന്നെന്ന് പറഞ്ഞ എത്ര? 20 ഡിവൈഡഡ് ബൈ ഇത് 1 + 1 എത്രയായിട്ട് മാറും? 2 ആയിട്ട് മാറത്തില്ലേ? അപ്പൊ ഈക്വൽ A ഇൻറ്റു 1 മൈനസ് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സംഖ്യ പവന് എന്ത് നമ്പരാ? നെഗറ്റീവ് നമ്പർ. അതിന്റെ പവറായിട്ട് കിടക്കുന്ന 20 എന്ത് നമ്പരാ? ഈവൻ നമ്പർ. അപ്പോൾ ആൻസർ എന്ത് വരും?
പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് വരും അല്ലേ? 1നെ 20 പ്രാവശ്യം ഗുണിച്ചാൽ 1 തന്നെ. 1 ബൈ 2 ഈക്വൽ a ഇൻറ്റു 1ൽ നിന്ന് 1 കുറച്ചാൽ 0 ബൈ 2. അപ്പൊ ആൻസർ എന്തോ വരും? നോട്ട് ഡിഫൈൻ നോട്ട് 0. 0. ഇങ്ങനെ ഓപ്ഷൻ എത്രയുണ്ടോ? നോക്കട്ടെ സാർ. ഏതാ ഓപ്ഷൻ? ഉണ്ട്. ഓപ്ഷൻ സി. ഇപ്പൊ ഡൗട്ട് മാറിയോ? മാറിയതാ. ഓക്കെ, ശരി. അവിടെ ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ട് അതിനകത്ത്. ഇനി 2020 സെയിലെ 2ന്റെ രണ്ടാമത്തെ ചോദ്യം പവനൊന്ന് വായിച്ചേ. പവൻ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല, വീഡിയോ ഓൺ ചെയ്തിട്ട് വായിക്കാം. ആണങ്ങനെ. 2020 സെയിലെ 2ന്റെ 2. Insert 4 numbers between 2 and 486 so that the resulting sequence is a geometric progression. അപ്പൊ എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? 4നും 2നും 406നും ഇടയിൽ 4 നമ്പേഴ്സിനെ അവിടെ ഇൻസേർട്ട് ചെയ്യണം. അതൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കണം. അതൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കണം. ഈ ചോദ്യം കണ്ടിട്ട് പവൻ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എക്സാമ്പിൾ 12. എക്സാമ്പിൾ 12 ഇതേ ചോദ്യം തന്നെ ആയിരുന്നു. എക്സാമ്പിൾ 12 അല്ല, നമ്പറിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെ നമ്പറുകളാണ് അപ്പൊ ഇൻസേർട്ട് ചെയ്യേണ്ടത്? G1 G1 G2 G3 G4 എന്ന് എടുത്തു. നമുക്ക് അറിയേണ്ടത് ഓൾറെഡി നമ്മൾ പഠിച്ചതായതുകൊണ്ട് നമ്പർ മാത്രം പറഞ്ഞാൽ മതി. G1 എത്ര ഞാൻ ചോദിച്ചത്. പവൻ ചെയ്തപ്പോ പവൻ എത്ര കിട്ടിയെന്നാണ് എന്റെ ചോദ്യം. ചെയ്തില്ല സാറേ. നല്ല കാര്യം. അപ്പൊ പഠിപ്പിച്ച ചോദ്യമാണ്, അപ്പൊ ചെയ്യാൻ വയ്യേണ്ടല്ല. മഹാദേവ് ഒന്ന് വായിച്ചതിന്റെ ആൻസർ. മഹാദേവ ചെയ്തില്ല സാർ. നല്ല കാര്യം. രക്ഷകർത്താക്കൾ ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? സാർ അതില് ഡൗട്ട് ഉണ്ട് സാർ. ആ റൂട്ട് വരുമ്പോ ചെറിയ ഡൗട്ട് ഉണ്ട്. ഓക്കെ, ശരി. നോക്കിക്കോളൂ. ഏതാണ് നമ്മുടെ ജിയോമെട്രി പ്രോഗ്രഷൻ? നമ്മുടെ ജിയോമെട്രി പ്രോഗ്രഷൻ ഏതാ? 2ൽ തുടങ്ങണം അല്ലേ? പിന്നെ എത്ര ടേം ഇൻസേർട്ട് ചെയ്യണം? 1 2 3 4 ടേം. അവസാനിക്കുന്ന ആളാരാ? 486 അല്ലേ? അപ്പൊ ഇൻസേർട്ട് ചെയ്യേണ്ട നമ്പറുകളെ നമ്മൾ G1 G2 G3 G4 എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട്? ഇപ്പോ ഫസ്റ്റ് ടേം ഉണ്ട്, എ ഉണ്ട്. എത്രയാണ്? 2. ഈ 486 എന്ന് പറയുന്നത് ആരായിരിക്കും? ലാസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറയാം. 1 2 3 4 5 6ാമത്തെ ടേമാണ്. എത്രാമത്തെ ടേമാണ്? അപ്പൊ നമുക്ക് എഴുതി വെക്കാം. 6th ടേം ഈക്വൽ A6 is equal to 486. ശരിയാണോടെ? ഓക്കെ. ഈ 6th ടേമിനെ നമ്മൾ എങ്ങനെയാ സാധാരണഗതി ജനറൽ ആയിട്ട് എഴുതുന്നേ? AR raised to 5. AR raised to 5 equal 486. ശരിയാണോ? അപ്പോ ഇതിൽ ആരുടെയെങ്കിലും വില നമുക്കറിയാമോ? ഏഴ് വില. അപ്പൊ 2 into R raised to 5 equal 486. ശരിയാണോ? അപ്പോൾ R raised to 5 equal 486 by 2. So R raised to 5 equal കാൽക്കുലേറ്റർ ഉള്ളവർ ഡിവൈഡ് ചെയ്തിട്ട് പറഞ്ഞേ 486 divided by 2 എത്രയാണ്? 240. ഇതിനെ നമ്മൾ ഇനി ഫാക്ടറൈസേഷൻ നടത്തണം. അപ്പൊ സൈഡിലോട്ട് മാറ്റി നമ്മൾ 243 എഴുതുന്നു. 243 നിങ്ങൾക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട്. അപ്പൊ എത്ര കിട്ടും? 81. 81 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട്. അപ്പൊ എത്ര കിട്ടും? 27.
27 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് 3 കൊണ്ട്. അപ്പൊ എത്ര കിട്ടും? ആ 9. 9 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം r⁵ ഈക്വൽ 3:5. 3:5. r⁵ ഈക്വൽ 3:5 ആണെങ്കിൽ ആറിന്റെ വില എത്ര ആയിരിക്കും? 3. 3. അപ്പൊ കോമൺ റേഷ്യോ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഓരോരുത്തരെയായിട്ട് കണ്ടുപിടിക്കാം. ഈ G1 എങ്ങനെ കണ്ടുപിടിക്കും? G1 ഫസ്റ്റ് ടൈം ആയ 2വിനെ കോമൺ റേഷ്യോ ആയ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 3 = 6 ആണോ? 6. അടുത്തത് G2 എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ടേമിന് വേണ്ട, സെക്കൻഡ് ടൈം ആയ 6നെ കോമൺ റേഷ്യോ ആയ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 6 × 3 18. ഇനി അടുത്തത് G3 എങ്ങനെ കണ്ടുപിടിക്കും? 18 × 3 18 × 3 എത്ര? 54. അടുത്തത് G4 എങ്ങനെ കണ്ടുപിടിക്കും? 54 × 3 54 × 3 എത്ര കിട്ടും? 162. 162. അപ്പൊ ഇതിനിടയിൽ ഇൻസേർട്ട് ചെയ്യേണ്ട നമ്പറുകൾ ഏതൊക്കെയാ? 6, 18, 54, 62. ഇത്രയും പേരെ 162. ഇത്രയും പേരെ 2നും 486നും ഇടയിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ജോമെട്രി പ്രോഗ്രഷൻ കിട്ടും. ഇപ്പൊ ഡൗട്ട് മാറിയോ ഏതുവിന്റെ? ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം 2020 മാർച്ചാണ് അല്ലേ? വിനായകൻ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണോ മൈക്ക് ഓൺ ചെയ്തേ? ഓക്കെ, അടുത്തത് 2020 മാർച്ച് അല്ലേ? അല്ലേ? സാർ ഡൗട്ട് ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് പോർഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ആ പോർഷൻ ഇല്ല. സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് ദ GP എന്ന് പറഞ്ഞ ഒരു പോർഷൻ പണ്ട് നിങ്ങൾക്ക് സപ്ലിമെന്ററി മെറ്റീരിയൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യാനില്ല. ഇപ്പൊ നിങ്ങൾക്കത് പഠിക്കാനില്ല. ഇനി അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കേണ്ടത് ഫൗസി ഒന്ന് വായിച്ചേ. Find the sum of n terms of the sequence. അത് സാർ എക്സാമ്പിൾ 10ൽ തന്നിട്ടുണ്ട്. അപ്പൊ റെഫർ എന്ന് കൊടുത്തു. അപ്പൊ റെഫർ എക്സാമ്പിൾ 10 ആണ്. റെഫർ എക്സാമ്പിൾ 10 ആണ്. ഓക്കെ, അടുത്തത് 2020 മോഡലിലെ ചോദ്യം നമ്മുടെ ഫൗസിയനെ വായിച്ചോ. The sum of first 3 terms of a GP is 13/12 and their product is -1. Find the common ratio, find GP. അതും റെഫർ എക്സാമ്പിൾ 9. അതും എക്സാമ്പിൾ 9 ആണ്. റെഫർ എക്സാമ്പിൾ 9. റെഫർ എക്സാമ്പിൾ 9 ആണ്. ഓക്കെ, 2020 മോഡലിലെ ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് സാർ. മോഡൽ ഏത് ചോദ്യത്തിലാണ്? സാർ ഫസ്റ്റ് പാർട്ട് പകുതി കിട്ടി, ബാക്കി ചെയ്യാൻ ഡൗട്ട് ഉണ്ടായിരുന്നു. അല്ല, അത് എക്സാമ്പിൾ 9 ആണ്. ആ ചോദ്യമേ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾ 9 ആണെന്ന്. ഓക്കെ സാർ. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ ഗൗതമുണ്ടോ? ഉണ്ട് സാർ. ഗൗതമേ വീഡിയോ ഓൺ ചെയ്യുക. 6 പേര് വിളിക്കുന്നു. ഒരു വീഡിയോ ഓൺ ചെയ്തിട്ടേ വായിക്കാവൂ. വീഡിയോ ഓൺ ചെയ്തട്ടെ. ഗൗതമിനെ കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ഗൗതമേ വായിച്ചാട്ടെ. 2019 സെയിലെ The sum of first 3 terms of a GP is 16 and sum of next 3 terms is 128. Determine the first term, common ratio and sum to n terms of n terms of this GP. ഓക്കെ, ആദ്യം വായിച്ച ചോദ്യത്തിന് അർത്ഥം പറഞ്ഞേ. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ GPയിലെ ആദ്യത്തെ 3 ടേംസിന്റെ സമ്മ് 16
അത് കഴിഞ്ഞിട്ട് ടേംസിന്റെ സമ്മ് 128ആണ്. ഉം. അതിന്റെ ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ ഉം. n ടേംസിന്റെ സമ്മും കണ്ടുപിടിക്കണം. n ടേംസിന്റെ സമ്മും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് ആർക്കെങ്കിലും ആ പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടോ? പകുതി വരെ ചെയ്ത് ബാക്കി ആ, സംശയമുണ്ടോ? അത് നമുക്ക് ഉറപ്പായിട്ടും പറഞ്ഞുതരാം. ഓക്കെ, തുടങ്ങാം. ശരി, അപ്പൊ നമ്മുടെ ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്? ഫസ്റ്റ് 3 ടേംസിന്റെ സം. അപ്പൊ ഫസ്റ്റ് 3 ടേംസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും വേണമല്ലോ. അപ്പൊ എഴുതിയാട്ടെ, ഫസ്റ്റ് ടേം ഈക്വൽ, എഴുതാത്തവരെല്ലാം എന്നോട് എഴുതിക്കണം. പിന്നെ ഗൗതം വീഡിയോ ഓഫ് ചെയ്തോ. ഫസ്റ്റ് ടേം ഈക്വൽ ഫസ്റ്റ് ടേം ഈക്വൽ എ. ഫസ്റ്റ് ടേം നമ്മൾ എന്തായാലും എടുക്കുന്നു, എ ആയിട്ട് എടുക്കുന്നു. അടുത്തത് കോമൺ റേഷ്യോ ഈക്വൽ കോമൺ റേഷ്യോ ഈക്വൽ എ ബൈ 6. കോമൺ റേഷ്യോ ഈക്വൽ 6. ഇത് രണ്ടും കൂടെ ചേർത്ത് സപ്പോസ്, ഓക്കെ. അപ്പൊ ഇനി എഴുതുക, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ 16. എന്നിട്ട് എഴുതണം ബ്രാക്കറ്റിൽ ഗിവൺ എന്ന്. ഇനി നമ്മൾ ഫസ്റ്റ് 3 ടേംസിനെ എങ്ങനെ എഴുതും ഗൗതമേ? എ പ്ലസ് എ പ്ലസ് AR plus AR square equal to AR square is equal to 16. ഓക്കെ, ഇതിനകത്ത് നിന്നെല്ലാം നമുക്ക് ആരെയെങ്കിലും ഒന്ന് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഒരു എ കോമൺ എടുക്കാം. അപ്പൊ എ ഇൻറ്റു AR 1 plus AR plus R plus R square ഈക്വൽ 16. നമ്മൾ അതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് വിളിച്ചു. ഓക്കെ ആണോ? ഓക്കെ, ശരി. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നേ? നെക്സ്റ്റ് 3 ടേംസിന്റെ സം. അപ്പൊ എഴുതുക, സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ്, സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ്. എത്ര? 128. എത്രയാണ്? 128. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? AR square plus AR cube AR cube plus AR raised to 4 plus AR raised to 5 AR raised to 5 equal 128. ഇത്രയും ടേമുകളിൽ നിന്ന് ആരെയെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ? R cube എടുക്കാം അല്ലേ? പിന്നൊരു R ക്യൂബിനെ എടുക്കാം. എടുക്കരുതോ? R ക്യൂബും R raised to 4ഉം R raised to 5ഉം ഉള്ളപ്പോ നമുക്ക് ആരെ എടുക്കാം? R ക്യൂബിനെ എടുക്കാം. അപ്പൊ പിന്നെ ആരോട് ബാക്കി? 1 plus R raised R plus R square is equal to 128. Equation number 2. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സിലുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇക്വേഷൻ നമ്പർ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത് തന്നെ, ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമ്മൾ 2ന്റെ LHS ആദ്യം എഴുതുന്നു. പറഞ്ഞാട്ടെ, AR cube into 1 plus R square by 1ന്റെ LHS A into 1 plus R plus R square equal 1ന്റെ 2ന്റെ RHS 128 by 1ന്റെ RHS 16. ശരിയാണോ? അപ്പൊ ഗൗതമ ആര് ക്യാൻസൽ ആയി പോകും? ബ്രാക്കറ്റിലുള്ളത് ക്യാൻസൽ ആയി പോയി. പിന്നെ ഒരു എയും ക്യാൻസൽ ആയി പോകും. അപ്പൊ പിന്നെ ബാലൻസ് എന്തുകൊണ്ട് മിച്ചം? R ക്യൂബ് ഈക്വൽ 128 ഡിവൈഡ് ബൈ 16 പറഞ്ഞേ.
കാൽക്കുലേറ്റ് 8. അപ്പോ r ക്യൂബ് ഈക്വൽ 8നെ എങ്ങനെ എഴുതാം? 2 raised to 3. 2 raised to 3. So r is equal to 2. rന്റെ വില 2 എന്ന് കിട്ടി. ശരിയാണോ? ആണോ? ആണ് സർ. ഓക്കെ. ആണ് സർ. ഈ 6 വെച്ചോണ്ട് മാത്രം നമുക്ക് ഇപ്പൊ 6 എന്ന് പറയുന്നത് കോമൺ റേഷ്യോ കിട്ടി. ഇനി ഫസ്റ്റ് ടൈം കിട്ടണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ നമ്പർ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Put r equal 2 in equation number 1. Put r equal 2 in equation number 1. ഇക്വേഷൻ നമ്പർ 1 അത് കൊടുക്കാം. അപ്പൊ എന്തായിട്ട് പറഞ്ഞാട്ടെ? പറഞ്ഞോ. a into 1 plus 2 plus 2 square is equal to 16. അപ്പോൾ a into 1 plus 2 3 plus 2 square 4 is equal to 16. അപ്പോൾ a into 3 plus 4 എത്ര? 7 is equal to 16. ആണോ? ആണ് സർ. അപ്പൊ a equal 16/7. അപ്പൊ ആരെ കിട്ടി? ഫസ്റ്റ് ടേം കിട്ടി. അപ്പൊ ഫസ്റ്റ് ടേം ആയി, കോമൺ റേഷ്യോ. ഇനി എന്തൊക്കെ അടുത്ത് കണ്ടുപിടിക്കണ്ടേ? n ടേംസിന്റെ സം ടു n ടേംസ്. ഓക്കെ. SN കണ്ടുപിടിക്കണം. അപ്പൊ SN കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആരെ പരിഗണിക്കണം? കോമൺ റേഷ്യോയെ നോക്കണം. ഈ കോമൺ റേഷ്യോ എത്രനേക്കാൾ വലുതാണ്? 1നേക്കാൾ വലുതാണ്. അപ്പൊ ഗൗതമെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? AR raised to n minus 1. SN equal a into r raised to n minus 1 divided by r minus 1. അല്ലേ? വില കൊടുത്ത് പറഞ്ഞാട്ടെ. എയുടെ വില എത്ര? 16/7 into പറഞ്ഞു r raised to n 2 raised to n minus 1 divided by 2 minus 1. ഓക്കെ. ആ ഡിനോമിനേറ്റർ നമുക്ക് കളയാം. കാരണം 2 minus 1 എത്ര? 1. അപ്പൊ 16/7 into 2 raised to n minus 1. 2 raised to n minus 1. ഇതാണ് n ടേംസിന്റെ ഇക്വേഷൻ. സം. ഇതല്ലേ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കണേ? ഇപ്പൊ ഡൗട്ട് മാറിയോ? ഓക്കെ. ഇത് ആരെങ്കിലും ഇനി എഴുതിയെടുക്കാനായിട്ടുണ്ടോ? ഉണ്ട് സാർ. എഴുതി കഴിയുമ്പോ പറയണം. എഴുതി കഴിയുമ്പോ പറയണം. എഴുതി കഴിഞ്ഞു സാർ. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് ഗായത്രി. Yes, sir. അടുത്ത ചോദ്യം ഏത് വർഷത്തെയാണ്?
2019 മാർച്ച്. 2019 മാർച്ച്. വായിച്ചാട്ടെ. The sum of first three terms of a GP is 13/12 and their product is -1. Find the common ratio and the terms. അത് റഫർ ക്വസ്റ്റ്യൻ അല്ലയോ? ആണ്. എക്സാമ്പിൾ 9. റഫർ എക്സാമ്പിൾ 9. ഇനി അതിന് മുമ്പത്തെ ചോദ്യം ഏതാ ഗായത്രി? 2019 മോഡലില്. 2019 മോഡല്. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. Find the sum of 20 terms of the sequence 9, 99, 999, etc. 9, 999, 999 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന GPയുടെ ആദ്യത്തെ 20 ടേമിന്റെ സം കണ്ടുപിടിക്കണം. അതിൽ ഉണ്ട് 9 ഒരു സെക്കൻഡ്. 7ഉം 8ഉം പഠിച്ചാണ്. അപ്പൊ അതിലാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ അത് 20 ടേംസ് എന്നല്ലേ പറഞ്ഞിരുന്നത്? അതെ. അതല്ല ചോദ്യം. n ടേംസിന്റെ സം ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ടാ എന്നിന്റെ സ്ഥാനത്ത് 20 കൊടുത്താൽ പോരെ? മതി സർ. ഓക്കെ. പിന്നെ ചെയ്യുമ്പോൾ സംഗതിയുണ്ട്, ചെറിയ ചില വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട്. ബോർഡിലേക്ക് നോക്കിക്കോളൂ. അപ്പൊ നമ്മുടെ സീക്വൻസ് ഏതാ? 999, 999. അപ്പൊ SN ഈക്വൽ 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സെട്ര പ്ലസ് n ടേംസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം എഴുതുന്നത്. ശരിയാണോ? ആണോ? ആണ് സർ. ശ്രദ്ധിക്കുക, 2 മുതൽ 8 വരെയുള്ള നമ്പർ വരുമ്പോ നിങ്ങൾ സാധാരണഗതിയിൽ എന്തോ ചെയ്യുന്നത്? അല്ല, അടുത്ത സ്റ്റെപ്പ് കോമൺ എടുക്കും. കോമൺ എടുക്കും. ഇവിടെ അങ്ങനെ 9 കോമൺ എടുക്കരുത്. പകരം, കാരണം നമ്മൾ പിന്നെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് 9 വെച്ചല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ആരെ കോമൺ എടുക്കണ്ട? ഇവിടെ നിങ്ങൾ ആരെ കോമൺ എടുക്കണ്ട? 9നെ കോമൺ എടുക്കണ്ട. പകരം അതിനകത്തൊരു 9 വരുമ്പോ ചെയ്ത പരിപാടി ഓർമ്മയുണ്ടായിരുന്നോ? 9നെ നമുക്ക് 10 മൈനസ് 1 എന്ന് എഴുതാം. 99നെയോ 100 മൈനസ് 1 എന്ന് എഴുതാം. 999നെയോ 1000 മൈനസ് 1. 1000 മൈനസ് 1 എന്ന് എഴുതാം. പ്ലസ് എക്സെട്ര പ്ലസ് n ടേംസ്. ഓക്കെ. ഇനി ഈ കിടക്കുന്ന 10 മൈനസ് 1 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. പ്ലസ് 100നെ എങ്ങനെ എഴുതും? 10 സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതും. പ്ലസ് 1000നെ എങ്ങനെ എഴുതും? 10 ക്യൂബ് മൈനസ് 1 എന്ന് എഴുതും. പ്ലസ് എക്സെട്ര പ്ലസ് n ടേംസ് എന്ന് എഴുതും. ഓക്കെ. എന്നിട്ട് ഇതിനകത്തിലെ 10 ഉള്ളവരെ എല്ലാം നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. 10 പ്ലസ് 10ന്റെ സ്ക്വയർ പ്ലസ് 10ന്റെ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ടേംസ് എന്ന് അവരെ എല്ലാം കൂടി ഒരുമിച്ചെടുത്തു. ഇനി ഉള്ളതിനകത്ത് നിന്നെല്ലാം മൈനസിങ് കോമൺ എടുത്താൽ 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര ടു n ടൈംസ്. ശരിയാണോ? ഇത് നമ്മൾ ഒരുപാട് കണക്ക് ചെയ്തായതുകൊണ്ട് നമ്മൾ ഇനി വീണ്ടും ഒന്നുകൂടെ ചെയ്യുന്നില്ല. 10 പ്ലസ് 10 സ്ക്വയർ പ്ലസ് 10 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ടൈംസ് എന്ന് പറയുന്നത് ആരാണ്? ഒരു ജോമെട്രി പ്രോഗ്രഷൻ ആണ്. ആ ജോമെട്രി പ്രോഗ്രഷന്റെ സമ്മല്ലേ എഴുതി വെച്ചേക്കുന്നേ. അത് നമ്മൾ ഒരുപാട് കണക്കി കണ്ടുപിടിച്ചത്. എന്തുവായിരുന്നു ഇതിന്റെ ആൻസർ? 10 into 10 raised to n minus 1 by 10 minus 1, അതായത് 9 അല്ലേ? മൈനസ് n. അപ്പൊ ഇതാണ് n ടേംസിന്റെ സം എന്ന് പറയുന്നത് അല്ലേ? ആണ് സാർ. അപ്പൊ നമുക്ക് എത്ര ടൈമിന്റെ സമ്മാ വേണ്ടത്? 20 ടൈംസ്. 20 ടൈമിന്റെ. അപ്പൊ S20 is equal to 10 into 10 raised to 20
-1/9 minus -20 20. എന്ന് എഴുതി വെച്ചാൽ മതി. ഇതിനെ എന്ത് ചെയ്യണ്ട, Answer സിംപ്ലിഫൈ ചെയ്യണ്ട. ഇത്രയും മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ. 2019 മോഡലിലെ ചോദ്യത്തിലെ ഡൗട്ട് മാറിയോ? മോഡലിലെ ചോദ്യത്തിലെ ഡൗട്ട് മാറിയോ? മാറി സർ. ഓക്കെ. അടുത്തത് 2018 സേ ആണ്. 2018 സേയിലെ ചോദ്യം അശ്വിൻ ഒന്ന് വായിച്ചേ. Hello. Ah. How many terms of the GP 3, 3/2, 3/4 are needed to give the sum 369 divided by 512? എന്തോ അശ്വിനെ ചോദ്യത്തിന് അർത്ഥം? 3ഉം 3/2 3/4 തന്നിരിക്കുന്ന GPയില് 3069 divided by 512 എന്ന് പറയുന്നത് സമ്മ് തരാൻ എത്ര വേണമെന്ന്, എത്ര ടേം കൂട്ടുമ്പോഴാണ് 3069 ഡിവൈഡ് ബൈ 512 എന്ന് പറയുന്ന സമ്മ് കിട്ടുന്നത്? റഫർ ക്വസ്റ്റ്യൻ. ക്ലാസ് പഠിപ്പിച്ച ചോദ്യമില്ലേ? ആന്നാന്ന്. ബാക്കിയുള്ളവരായിരുന്നു മിണ്ടുന്നില്ല. റഫർ ക്വസ്റ്റ്യൻ ആണോ? എക്സാമ്പിൾ 8. എക്സാമ്പിൾ 8. ഓക്കെ. ശരി അശ്വനെ. ഹാബേൽ പേര് വിളിച്ചപ്പോഴത്തേക്ക് ഹാബേൽ ലെഫ്റ്റ് ആയി. ഹലോ. ഹാബേലെ, അടുത്ത ചോദ്യം 2018 മാർച്ച്. വായിച്ചാട്ടെ. അത്ര എഴുതിയുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ കൈ കഴിച്ചു? പേനാടെ മഷി തീർന്നു? അല്ല, പിന്നെ ഗ്രൂപ്പിൽ കണ്ടില്ല. ജ്യോതിരാദിത്യൻ ഇല്ല. വിനായക ഏതായിരുന്നു 2018 മാർച്ചിലെ ചോദ്യം? വിനായക വായിച്ചാട്ടെ ചോദ്യം. സാറേ, അതിന്റെ ആൻസർ മാത്രം വായിച്ചാൽ മതിയോ? അത് ചോദ്യം വായിക്കാം. എന്തോ അതിന്റെ ചോദ്യം find the sum to n terms of the sequence 4 plus 44 plus 444 plus etc. നമ്മൾ 7ഉം 8ഉം ഒക്കെ ചെയ്താണ്. അപ്പൊ ഫൈനൽ ആൻസർ മാത്രം വായിച്ചാൽ മതി. വായിച്ചാട്ടെ. 4/9 into 10 into 10 raised to n minus 1 by 9 into n. ഇൻറ്റു n ആണോ മൈനസ് n ആണോ? മൈനസ് n. ഓക്കെ. അടുത്തത് 2018 മോഡൽ. 2018 മോഡലിലെ ചോദ്യം ഫൗസിയ ഒന്ന് വായിച്ചേ. How many terms of the GP 3, 3 square, 3 cube are needed to give the sum 120? എന്തോ ഫൗസിയ ചോദ്യത്തിന് അർത്ഥം? ഒരു GP തന്നിട്ടുണ്ട് 3, 3 സ്ക്വയർ, 3 ക്യൂബ്. ഇതില് എത്ര ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് സം 120 കിട്ടുന്നത്? ഓക്കെ. ഫൗസിയ ചെയ്ത വിധം ഒന്ന് വായിച്ചാട്ടെ. Sn is equal to AR raised to n. Sn is equal to R raised to n. എഴുതരുത്. ആദ്യം അവിടുത്തെ 2-3 ഇൻഫർമേഷൻ എഴുതണം. ആദ്യം ആ സീക്വൻസ് അങ്ങോട്ട് എടുത്ത് എഴുതണം. എന്നിട്ട് ഫസ്റ്റ് ടൈം എത്ര? 3. ഓക്കെ. കോമൺ റേഷ്യോ 3. ആ 3 എത്രനേക്കാൾ വലുതാണ്? 1നേക്കാൾ വലുതാണ്. അപ്പോഴാണ് നമ്മൾ ഇന്ന് സമ്മിന്റെ ഐഡിയയിലോട്ട് പോകുന്നത്. Sn is equal to 120 എന്ന് എടുക്കണം. ഇവിടെ കോമൺ റേഷ്യോ 1നേക്കാൾ വലുതായതുകൊണ്ട് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AR raised to n minus 1 divided by R minus 1. AR raised to അല്ല, A into R raised to n minus 1 by R minus 1 equal 120 നമ്മൾ എടുക്കുന്നു. ഇനി വില കൊടുത്ത് പറഞ്ഞാട്ടെ. 3 into 3 raised to n minus 1 by 3 minus 1 is equal to 3 into 3 raised to n minus 1 by 2 equal 120. 3 into 3 raised to n minus 1 equal 120 into 2 equal 240. 3 raised to n minus 1 equal 240 divided by 3. 3 raised to n is equal to 80. 3 raised to n equal 80 plus 1.
3 raised to n equal 81, 3 raised to n equal 3 raised to 4, n equal 4. Number of terms equal n equal 4. അപ്പൊ എന്ന് പറയുമ്പോൾ ഈ ജി പിയിലെ ആദ്യത്തെ 4 ടേമുകളെ കൂട്ടുമ്പോഴാണ് നമുക്ക് സം എന്ത് കിട്ടുന്നത്? 120 കിട്ടുന്നത്. ഓക്കെ, അടുത്തത് 2017 സേ അല്ലേ? അപ്പോ 2017 സേയിലെ ഒന്നിന്റെ എയും ബിയും. അപ്പൊ ഒന്നിന്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ നമ്മുടെ മഹാദേവ് ഒന്ന് വായിച്ചേ. സർ ചെയ്തില്ല. പവൻ ഒന്ന് വായിച്ചേ. പവൻ ഞാനും ചെയ്തില്ല. ചെയ്തവരാരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവര്? ഏതു വായിച്ചേട്ടെ. Common ratio of GP 5/2, 5/4, 5/8, etc. അങ്ങനെ പോകുന്ന ജി പിയുടെ കോമൺ റേഷ്യോ എത്രയാണ്? എത്ര കോമൺ റേഷ്യോ? 1/2. 1/2 കോമൺ റേഷ്യോ 1/2. ശരിയാണോ? ശരിയാണ്. ഓക്കെ, ശരി. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ റഫർ ക്വസ്റ്റ്യൻ അല്ലേ? ആണ് സാർ. റഫർ എക്സാമ്പിൾ. ഒരു മിനിറ്റ് നോക്കട്ടെ. എക്സാമ്പിൾ എത്രയായിരുന്നു? 8ഓ? എക്സൈസ് ക്വസ്റ്റ്യൻ ആണ്. അല്ല, നമ്മള് ഈ നേരത്തെ ചെയ്തോടത്ത് എവിടെ ഇതേ ചോദ്യം പഠിച്ചിട്ടില്ല? ആദ്യം ചെയ്തെടുത്തങ്ങാണ്ട് 2022 മാർച്ച്. ഓക്കെ, ശരി. അടുത്തത് 2017 മാർച്ചാണ്. 2017 മാർച്ചിലെ ചോദ്യത്തിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? അതിലെ ഒന്നിന്റെ എ പാർട്ട് ഇപ്പൊ നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് അത് വേണ്ട. ഒന്നിന്റെ ബി പാർട്ട് റഫർ അല്ലേ? 2022 മാർച്ചിന്റെ റഫർ ക്വസ്റ്റ്യൻ ആണ്. 4 ക്വസ്റ്റ്യന്റെ എ പാർട്ട്, 6th ടേം ഓഫ് ദ ജി പി അല്ലേ? അതെത്ര വിനായകന്റെ 6th ടേം? വിനായകേ 1/2, 1/4, 1/8 എന്ന് പറഞ്ഞു പോകുന്ന ജി പിയുടെ 6th ടേം എത്രയാണ്? ഇത് ഓപ്ഷൻ 3. ഓപ്ഷൻ 2. 1/64 ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ റഫർ ക്വസ്റ്റ്യൻ ആണോ? ആണ് സർ. റഫറൻസ് പറഞ്ഞാട്ടെ. എക്സാമ്പിൾ 9. ഓക്കെ, ശരി. അടുത്തത് 2016 സേ. 2016 സേ. 2016 സിയിലെ ഒന്നിന്റെ എ ബി സി. ഓക്കെ, അപ്പൊ ഗായത്രി ഒന്നിന്റെ എ ക്വസ്റ്റ്യൻ വായിച്ചേ. Which among the following represent the sequence whose nth term is n by n plus 1? എന്താ ചോദ്യത്തിന് അർത്ഥം? n by n plus 1 എന്ന് പറയുന്ന nth ടേം ഉള്ളതില് ഏത് സീക്വൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ്. n by n plus 1 nth ടേം ആയിട്ട് വരുന്ന സീക്വൻസ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ നമ്പർ 4. ഓപ്ഷൻ നമ്പർ 4 ശരിയാണോ? ഓപ്ഷൻ നമ്പർ 4 ആണോ? ആണ് സർ. ആണ്. ന്യൂമറേറ്ററിനേക്കാൾ 1 കൂടുതൽ ഡിനോമിനേറ്ററിൽ വരുന്ന സീക്വൻസ് എന്ന് പറയുന്നത് 4ാമത്തെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ബി പാർട്ട് നിങ്ങൾക്ക് യൂസിങ് പ്രോഗ്രഷൻ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീരീസ്. വായിച്ചാട്ടെ. Using progression find the sum of first 5 terms of the series 1 plus 2/3 plus 4/9 plus etc. സാർ അതിന്റെ സ്റ്റെപ്പ് വായിക്കണം. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ സീക്വൻസിന് അല്ലെങ്കിൽ ആ സീരീസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം അറിയേണ്ടത്. ഇത് ജോമെട്രി പ്രോഗ്രഷൻ ആണോ?
ഈ തന്നിരിക്കുന്ന സീക്വൻസ് ആ. സീരീസ് പ്ലസ് മാറ്റി കോമ ഇട്ട് എഴുതിയാൽ അത് ജോമെട്രി പ്രോഗ്രഷൻ ആണോ? ആണ് സർ. ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ടേം 1 1, കോമൺ റേഷ്യോ 2/3. 2/3. നമ്പർ ഓഫ് ടേംസ് എത്ര ടേമിന്റെ സം Sir. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നേ? 5 ടേംസിന്റെ അപ്പൊ എന്നിന്റെ വില 5. ഇത്രയും കൂടെ കൊടുക്കുമ്പോ സം എന്തോ കിട്ടും? 211/81. ഓക്കെ, അവിടെ വരെ നിൽക്കട്ടെ. കാരണം അതിന്റെ അടുത്ത പാർട്ടിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ആ പോയിന്റ് ഉള്ള നമ്പറിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അതും അതിന് മുമ്പുള്ള ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി അടുത്ത ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി ഓൺലൈനിൽ എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി ആണ് കേട്ടോ. അതായിരിക്കും നമ്മൾ ഇനി ഓൺലൈനിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കുന്നത്. എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക.